എനിക്ക് സാജിൻ്റെ കുടുംബം പറയാണ്ട് മോളുടെ പ്രാർത്ഥന ഉണ്ടാവും. മോളുടെ പേര് കൽബ് എന്നാണ്. അതെ അതെ അല്ലേ? അതെ അതെ, മോളുടെ പേര് കൽബ് എന്നല്ലേ അത് ഇട്ടിരിക്കുന്നത്? കൽബ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് കൽബ്. അപ്പോൾ ഞാൻ എൻ്റെ എനിക്ക് 2 ആൺകുട്ടികളും 3-മത്തെയാണ് പെൺകുട്ടി. അപ്പം അവൾക്ക് ഞാൻ ഇട്ട പേര് ഐറ കൽബ് എന്നാണ്. അപ്പം അപ്പം അതെനിക്ക് ആ പേരിനോടും എനിക്ക് ആ സിനിമയോടുള്ളൊക്കെ ഇഷ്ടമാണ്. അന്നേ തൊട്ട് എൻ്റെ മനസ്സിൽ കൽബുണ്ട്. അവളിപ്പം ഭയങ്കര അവൾ ഭയങ്കര പ്രൗഡായിപ്പം. അവളിപ്പം സ്കൂളിലൊക്കെ കൽബ് എന്ന് പറയുമ്പോൾ ടീച്ചേഴ്സൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ഈ OTT വന്നു കഴിയുമ്പം അവളുടെ ഫ്രണ്ട്സും ഇല്ല അവളുടെ സ്കൂളിൽ പഠിച്ച കുട്ടികൾ പേരൻസൊക്കെ ഈ പടം കണ്ടിട്ട് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാര്യങ്ങളൊക്കെ പറയുന്നത് ഭയങ്കര പ്രൗഡായിട്ടെന്ന് പറയുമ്പോൾ എൻ്റെ പേരാണ് എൻ്റെ വാപ്പയുടെ സിനിമയ്ക്ക് എന്ന് പറയുന്നത് ഒരു പ്രൗഡ് മൊമെൻ്റാണ്. ഇപ്പോൾ ഈ OTT പടം ഒന്ന് വിജയിച്ചോടുകൂടി ഞാൻ കുറേ പേജുകൾ എടുത്തു നോക്കി. ഇപ്പോൾ ഫേസ്ബുക്ക് തുറന്നു കഴിഞ്ഞാൽ അശ്വന്ത് കോക്കിനെ വിമർശിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളാണ്. അതിൽ വരുന്ന കമൻറ്റുകൾ, നീ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഇത്ര നല്ല സിനിമ എനിക്ക് കാണാൻ കഴിയാതെ പോയത്. അത്തരം കമൻറ്റുകൾ മാത്രം. സോഷ്യൽ മീഡിയ തുറന്നാൽ ഇപ്പോൾ അശ്വന്തിനെതിരെയാണ്, കോക്കിനെതിരെയാണ് അക്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയല്ല, ഇപ്പം കോക്ക് എന്ന് പറയുന്നത് നമ്മളൊരു എന്താ പറയുക, അയാളുടെ ജീവിതമാർഗമായിട്ട് കാണുന്നൊരു പരിപാടി അല്ലേ. അപ്പം അയാളെപ്പോലത്തെ ആളുകൾ മനസ്സിലാക്കേണ്ടത് ഒരു ഭാഷ. ഇല്ലെങ്കിൽ അയാൾക്ക് സിനിമ ഇഷ്ടപ്പെടാതിരിക്കാം. എല്ലാ ആർട്ട് ഫോമിലും എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പറയാൻ പറ്റില്ല അലിബായി. അപ്പം ചിലപ്പോൾ അയാൾക്ക് ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം. അത് പറയുന്നൊരു ഭാഷയുണ്ട്, അത് പറയുന്നൊരു രീതിയുണ്ട്. അതിൽ പറഞ്ഞോളൂ, എന്ത് രസമാണ്. എനിക്കറിയാവുന്ന ഒരു വളരെ വലിയൊരു ഡയറക്ടറിൻ്റെ കുട്ടി സ്കൂളിൽ പോകുന്നില്ല. കാരണം ഇയാൾ വിളിക്കുന്ന ഇരട്ട പേര് കാരണം കൂട്ടുകാർ കളി. ഇതുണ്ടാകുന്നൊരു മെൻ്റൽ ട്രോമ ഭയങ്കര വലുതാണ്. നമ്മൾ വിചാരിക്കുന്നത് വളരെ സിമ്പിൾ. നമ്മളെ അങ്ങനെ വിളിക്കുന്നവരേ ഉള്ളൂ നമുക്കതൊരു ചിരിയായിട്ട് വരുന്നത്, മനസ്സിലായില്ലേ. നമ്മളെ അങ്ങനെ ഒരാൾ അങ്ങനെ പറയുന്നവരേ ഉള്ളൂ. ഇപ്പോൾ കൽബിൻ്റെ റിവ്യൂ പറയുന്നവരെ ചിലപ്പോൾ എന്നെ ബാധിക്കുന്നുള്ളതായിരിക്കും. അതിന് മുമ്പ് ഞാനും പല ഇയാളുടെ റിവ്യൂ കണ്ടിട്ടുണ്ടായിരിക്കാം, മനസ്സിലായില്ലേ. അപ്പോൾ ഇത് അയാൾ മാറ്റണം, അയാൾ മാറ്റേണ്ട സമയം കഴിഞ്ഞു. അതിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അധികകാലം ഇത് ഉണ്ടാവില്ല. ഇതിൻ്റെ ഏറ്റവും വേഴ്സ്റ്റ് സിറ്റുവേഷനിലോട്ടായി, മനസ്സിലായില്ലേ. ഇപ്പം അതിലൂടെ ഇയാൾ ഇല്ലാണ്ടാക്കുന്ന ഇപ്പോൾ ഇദ്ദേഹം ഒരു വലിയൊരു സൂപ്പർ സ്റ്റാറിൻ്റെ സിനിമയെ പറഞ്ഞാൽ അതിനെ ബാധിക്കില്ല. എങ്ങനെ ബാധിക്കില്ല? ഒരു ബാധിക്കില്ല. അതിന് ഏറ്റവും വലിയ ബ്ലോക്ക് ബസ്റ്റർ ആയില്ലേ. കാര്യം അതിനെ ഓപ്പോസിറ്റ് ചെയ്യാനുള്ള ഫാൻ സപ്പോർട്ടും സിനിമാറ്റിക് സപ്പോർട്ടും ഡയറക്ടർ വാല്യൂ ഒക്കെ ആ സിനിമയ്ക്കുണ്ട്. പക്ഷെ ഇതുപോലുള്ള സിനിമകളൊക്കെ ഭയങ്കര പാടാണ്, മനസ്സിലായില്ലേ. പിന്നെ പൊങ്ങി വരാൻ അല്ലെങ്കിൽ തിയേറ്റർ സപ്പോർട്ട് വേണം, അതുമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിങ്ങനെ ഇപ്പം അലിബായി നിങ്ങൾക്കറിയാം ഇവിടുത്തെ എത്ര ഡയറക്ടേഴ്സാണ് അനുഭവിക്കുന്നത്. നിങ്ങൾക്ക് തന്നെ എത്ര പേരെ അറിയാം? ഇവിടെയുള്ള ഭയങ്കര കുട്ടിയാവശ്യമുള്ള ഡയറക്ടേഴ്സിൻ്റെയൊക്കെ അവസ്ഥ എന്താണ്? ഒരു സിനിമ പരാജയപ്പെട്ടാൽ അതിന് മുമ്പ് അയാൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അയാൾ എന്ത് ലാസ്റ്റ് പടത്ത് ചെയ്തു, അത് മാത്രമേ ഉള്ളൂ അയാളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ. അവരനുഭവിക്കുന്ന ഫിനാൻഷ്യൽ ക്രൈസിസ്, രോഗങ്ങൾ, മനസ്സിലായില്ല. ഒരു സിനിമ തരുന്ന മെൻ്റൽ ട്രോമ എന്താണെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്കുണ്ടെന്ന് ഹെൽത്ത് ഇഷ്യൂസ് എന്തൊക്കെ. എനിക്ക് ഓരോ സിനിമ എനിക്ക് ഫസ്റ്റ് സിനിമ എനിക്ക് ഫാറ്റി ലിവർ വന്നു, സെക്കൻഡ് സിനിമ എനിക്ക് കിഡ്നി സ്റ്റോൺ വന്നു, മൂന്നാമത്തെ കൽബ് കഴിഞ്ഞപ്പോൾ ഷുഗറും കൊളസ്ട്രോളൊക്കെ കൂടി. അപ്പം ഇങ്ങനത്തെ രോഗങ്ങൾ മാത്രമേ ഡയറക്ടറുള്ളൂ. ഹിറ്റായി കഴിഞ്ഞാൽ അത് മൊത്തം അതിനകത്ത് ബാക്കിയുള്ള ടീമുകൾ കൊണ്ടുപോവുകയും ഫ്ലോപ്പായാൽ മൊത്തം പാത് നിലടിച്ചിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ കഥ കേൾക്കാൻ ഇവിടുത്തെ ഒരു സ്റ്റാർ സമ്മതിക്കുമോ? ഒരു പ്രൊഡക്ഷൻ കമ്പനി അലോട്ട് ചെയ്യുമോ? കുറ്റം മൊത്തം അയാളുടെ നിലയിലായിരിക്കും, മനസ്സിലായില്ലേ. ഹിറ്റായാലോ മൊത്തം ഈ പറയുന്ന ആൾക്കാരെല്ലാം കൂടി കൊണ്ടുപോകും. അപ്പം അതൊക്കെ മാറണം, മനസ്സിലായില്ലേ. ഇവിടെ നമ്മൾ ഈ ഓൺലൈനിൽ കാണുന്ന ലൈഫല്ല ഇവിടെ ഉള്ള ഒരു മേക്കേഴ്സിൻ്റെയും. പണ്ടൊക്കെ ഒരു ഡയറക്ടറിൻ്റെ പേര് സിനിമ അറിയപ്പെടില്ലേ, ഫാസിൽ സാറിൻ്റെ, അഭിഷേക് സാറിൻ്റെ അല്ലേ. എന്ന് പറഞ്ഞാൽ ഫാസിൽ സാറിനെ കാണാൻ വേണ്ടി അന്ന് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ബസ്സിൽ ആൾക്കാർ വന്ന് വീണ്ടും അതൊക്കെ വെയിറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയും ഫാൻ ഫോളോയിങ് ആണ്. അപ്പം നിങ്ങൾ ആലോചിക്കേണ്ടത് ഈ സിനിമ എന്ന് പറഞ്ഞാൽ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ, ഇല്ലെങ്കിൽ ഇത് അവർ ചെയ്യുന്നൊരു ട്രൈ ആണ്. ആ ട്രൈ ഒരിക്കലും ഒരു ദിവസം രാവിലെ കുറേ ക്യാമറ കൊണ്ട് വെച്ചിട്ട് ഒരു മോശം സിനിമ ചെയ്തത് അങ്ങനെയല്ല. ഒരുപാട് സംഭവങ്ങൾ അതിനകത്ത് വന്ന് ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ ചീത്തയാവും, മനസ്സിലായില്ലേ. അതിന് ഇത്രയും ക്രൂശിക്കപ്പെടാൻ പാടില്ല ഒരു മേക്കേഴ്സിനെയും. അത് അവരുടെ ഫാമിലിയും അവരെ ചുറ്റുപാടും ഒരുപാട് പേരെ അത് ഭയങ്കരമായിട്ട് ബാധിക്കപ്പെടും, മനസ്സിലായില്ലേ. അല്ല, അതിൽ നിന്ന് അവരൊരു വരുമാനം ഉണ്ടാക്കുന്നു, സത്യം. ഉറപ്പായിട്ടും ഈ പറയുന്ന ഒരു എത്ര വരുമാനം കിട്ടും അതിൽ എത്രയോ നല്ല ജോലികളുണ്ട് അലിബായി ഇവിടെ, മനസ്സിലായില്ലേ. ഇപ്പം അതിൽ നല്ലത് ഈ പറയുന്ന ഇപ്പം വിമർശിച്ചോട്ടെ, ഞാൻ വിമർശിക്കട്ടെ, വിമർശനത്തിലൂടെയാണ് എല്ലാ ആർട്ട് ഫോംസും ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ആ ഭാഷ മാറ്റി പറയും, മനസ്സിലായി. ഇപ്പം ഞാൻ നേരത്തെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതാണ്, ഇപ്പം ലെൻസ്മാൻ, മനസ്സിലായി. ഇവിടുത്തെ ഭയങ്കര കുടികെട്ടിയ റിവ്യൂവർ എന്ന് പറഞ്ഞു നടക്കുന്ന ആൾക്കാർ, ഭയങ്കര ഇംഗ്ലീഷ് കുറച്ച് അറിയാവുന്നതിൻ്റെ ഒരു ബെനിഫിറ്റില്ല, വേറൊന്നും അയാൾക്കില്ല, മനസ്സിലായി. ഒരു തോട്ട് പ്രോസസ് അയാൾക്കില്ല. അയാൾ കൽബ് പോലത്തെ സിനിമയോ അയാൾ പറയട്ടെ, ഡയറക്ഷൻ അയാൾക്ക് പോയി എല്ലാം ഹൈ ആയിട്ട് തോന്നി, മ്യൂസിക് കൂടില്ല, ക്യാമറ ഉള്ള എല്ലാം സംഭവിച്ചു, കുഴപ്പമില്ല. അതിനകത്ത് എഴുതിയിരിക്കുന്നു പറഞ്ഞാൽ ഈ സിനിമ കണ്ടിട്ട് എൻ്റെ ബാക്കിൽ നിന്ന് 5 പേര് പറയുന്നത് കേട്ടു, ഞങ്ങൾക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടിയ കാരണം കുഴപ്പമില്ല, ടിക്കറ്റ് എടുത്തതിൻ്റെ അവസ്ഥ എന്തായിരിക്കുന്നു. എന്തിനാണ് അയാളത് പറയുന്നത്? അത് പർപ്പസ്ഫുള്ളി എത്രത്തോളം താഴ്ത്തി കിട്ടുമോ ആ സിനിമയെ? അത് അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ അയാൾ പറഞ്ഞോട്ടെ. അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അയാൾ 100 രൂപ തരിക, അയാൾക്ക് പറയാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഭാഷകൾ മാറ്റട്ടെ, ടെക്നിക്കലി പറയട്ടെ, എനിക്ക് അത് എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞിട്ട് കുഴപ്പമില്ല.
ഇതിന് ടെക്നിക്കൽ സൈഡ് ഒന്നും അറിയില്ല അവർക്ക്. എന്തറിയാൻ? അതാണ് ഏറ്റവും ടെക്നിക്കൽ സൈഡ് ഒന്നും അറിയില്ല. ഞാൻ പറയുന്നത് ഒരു ദിവസം ഇയാളൊരു ലൊക്കേഷനിൽ വന്ന് നിന്നാൽ പിന്നെ ഒരു സിനിമ ഇവർക്ക് മോശം പറയാൻ പറ്റില്ല. ഇപ്പോൾ ഞാൻ 2009 മുതൽ ഈ പരിപാടി ചെയ്യുന്ന ഒരാളാണ്. സിനിമാ ഭ്രാന്തൻ എന്ന് പറയുന്ന പേജുകൾ ഞങ്ങൾ ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങളൊരു സിനിമയും ഇതുവരെ മോശം പറഞ്ഞിട്ടില്ല. ഒരു 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 ടെക്നീഷ്യൻസിൻ്റെയും ഒരു സംഭവം ഞങ്ങൾ പുറത്ത് പറഞ്ഞിട്ടില്ല. അത് വിറ്റ് കാശാക്കാൻ നോക്കിയിട്ടില്ല. ഇപ്പം നിങ്ങൾ പോലും മനസ്സിലായി, നിങ്ങളെക്കുറിച്ച് പല എതിരഭിപ്രായങ്ങളും മോശം അഭിപ്രായങ്ങളും കാണാം ഓൺലൈനിൽ. പക്ഷേ ഇതുവരെ അലി ബൈ ഒരു സിനിമയെ മോശം പറഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഇവിടെ പ്രൗഡായിട്ട് എന്നൊക്കെ ഒരു സിനിമയ്ക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ വിളിച്ചിട്ടുണ്ടോ? അവിടെ ₹1 വാല്യൂ നോക്കാൻ നിങ്ങൾ വന്ന് നിന്നിട്ടുണ്ട് ഇല്ലേ? അപ്പം ഞാൻ പലയിടത്തും പറയാറുണ്ട്, നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പം അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ അതാണല്ലോ ചെയ്യേണ്ടത്. വെള്ളപൂശി ഇല്ലെങ്കിൽ അവരുടെ ഏറ്റവും ബെസ്റ്റ് സംഭവങ്ങൾ മാത്രം പറയുന്ന ഒരു പരിപാടിയാണ് ഇൻ്റർവ്യൂ. എന്തിനാ? അവിടുത്തെ ലൈഫുകൾ പുറത്തു കൊണ്ടുവരാൻ പറ്റണം. അതേ അദ്ദേഹം ശ്രമിക്കുന്നുള്ളൂ. അല്ലാതെ ഒരു സിനിമ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല പുള്ളി മോശം പറയുന്നത്. ഒരു ആവറേജ് സിനിമയെ പോലും എങ്ങനെയും പൊക്കി എടുക്കണമെന്നേ ഞാൻ കണ്ടിട്ടുള്ള ഷോസിന് 11 മണിക്കത്തെ ഷോയ്ക്ക് ഞങ്ങൾ പല തിയേറ്ററിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? ആ കാണുമ്പോഴും നിങ്ങൾ എങ്ങനെയും പൊക്കി എടുക്കണം, ഇത്രയും എഫേർട്ട് ഇട്ട സിനിമയാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നിങ്ങളെപ്പോലത്തെ ആളുകളാണ് വരേണ്ടത്. അപ്പം നിങ്ങൾക്കുള്ള പ്രതിച്ഛായ എന്താണ് ഈ ഓൺലൈനിൽ? ഈ പറയുന്ന ഈ ഇൻഡസ്ട്രിയെ നശിപ്പിക്കാൻ നിൽക്കുന്ന ഈ കേവലം ഒരു മാക്സിമം ഒരു 300K 400K വീഡിയോ കിട്ടുന്ന ഒരു എത്ര രൂപ വരുമാനം കിട്ടാനാണ്? ആ വരുമാനത്തിന് വേണ്ടി ചെയ്യുന്ന ഇവരെ കുറിച്ച് ഇത്രേ ഉള്ളൂ. സിമ്പിളാണ് ഇന്ന ടെക്നോളജി. അതായത് ഇപ്പം അലിബായി ഇവിടുത്തെ ഒരു ഹോട്ടലിൽ പോയി ഒരു ബിരിയാണി കഴിച്ചിട്ട് പുറത്തിറങ്ങി നിങ്ങൾ ആ ഹോട്ടലുകാരനായിട്ട് തെറി വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1000 രൂപ കിട്ടുമെങ്കിൽ ഇവിടുത്തെ ഹോട്ടലുകാരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അതാണ് യൂട്യൂബിൽ അൽഗോരിതം വർക്ക് ചെയ്യുന്നത്. നെഗറ്റീവ് ഡിസ്ലൈക്കിലാണ് ഏറ്റവും കൂടുതൽ ഇവിടെ വരുമാനം കൂടുന്നത്. അപ്പോൾ അവരത് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് അതിനകത്താണ് വേറെ ഒന്നും അവർക്ക് പറയാറിയില്ല. ഒരു സിനിമയുടെ നല്ല ക്വാളിറ്റി പറയാറിയില്ല. മനസ്സിലായില്ലേ? അപ്പോൾ അത്രേ ഉള്ളൂ. അല്ല, ഇവിടെ വേറൊരു കാരണം, ഇപ്പോൾ ഈ റിവ്യൂ ചെയ്യുന്ന ആളുകളിലെ മോഷൻ റിവ്യൂ പറയുമ്പോൾ ഇവിടെ ഞാൻ നിർമ്മാതാക്കളെ കൂടെ കാര്യങ്ങൾ എനിക്ക് സൂചിപ്പിക്കണം. ചില താരങ്ങളുമുണ്ട് മോഷൻ റിവ്യൂ പറയുമ്പോൾ അദ്ദേഹത്തെ കുറ്റം പറയും. അവൻ എവിടെയെങ്കിലും പോയിട്ട് ഒന്ന് പോസിറ്റീവ് സിനിമ പറഞ്ഞാൽ ആ റീലെടുത്ത് കട്ട് ചെയ്ത് ഈ നിർമ്മാതാക്കളിൽ ആ പേജിൽ ഷെയർ ചെയ്യുക, ആക്ടേഴ്സ് ഷെയർ ചെയ്യുക. അപ്പോൾ അവരെ വളർത്തുന്നത് ഈ ചില നിർമ്മാതാക്കളും ചില ആക്ടേഴ്സുമാണ്. അല്ല, ശരിയാണ്. ഇപ്പം നമുക്കും അത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? പല പോയിന്റിലും അലിമായി ഞാൻ പറഞ്ഞില്ലേ, അതിനപ്പുറം ഇവിടെ വേണ്ടത് ഇപ്പം ആ ഒരു പ്രൊമോഷൻ സ്ട്രാറ്റജിക്ക് അപ്പുറം വേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പല്ലുട്ടി എന്നുള്ള സിനിമ, ഈ സിനിമ ഞാൻ തമിഴിലേക്ക് ഡബ് ചെയ്ത ശേഷം റെഡ് ജെയിൻറ്റ് പോലത്തെ വലിയ കമ്പനികളിൽ ഞങ്ങൾ അപ്രോച്ച് ചെയ്യുമ്പോൾ അവർ പറയുന്നത് സജിത നല്ല സിനിമയാണ്, മാരി സെൽവരാജ് ഈ സിനിമ ലിജു സ്പെലിഷിയുടെ പ്രസൻറ്റ് ചെയ്താൽ അവിടെ പുള്ളിക്കാരെ ഇഷ്ടപ്പെട്ട് പ്രസൻറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അവിടെ ഒരു ന്യൂസ് വാല്യൂ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അവിടെ പ്രസ് റിലീസ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ടീം പറഞ്ഞത് ഇവിടെ ഒരാഴ്ച 8 to 6 തമിഴ് സിനിമകൾ റിലീസ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് February 16 കഴിഞ്ഞ് നമുക്ക് നോക്കാം. അത്രയും ഒരു പവർഫുൾ അസോസിയേഷൻ ഇവിടെ വരണം. ഇവിടെ ഇപ്പോൾ OTTക്ക് വേണ്ടി ഡബ് ചെയ്യുന്ന ഒരു വേർഷൻ കൊണ്ടിട്ടിട്ട് അവിടുത്തെ സ്റ്റാർ ജസ്റ്റ് വന്ന് പോയിട്ട്, മനസ്സിലായില്ലേ, ഈ മാർക്കറ്റ് മൊത്തം പിടിച്ചുകൊണ്ട് പോകാനുള്ള ആറ്റിറ്റ്യൂഡ് മാറ്റണം. ഇവിടെ ഞങ്ങളെപ്പോലത്തെ ചെറിയ സിനിമകൾക്ക് മേക്കേഴ്സിനുള്ള ബ്രീത്തിങ് സ്പേസ് വേണം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.